സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കൂടുതൽ ജില്ലകൾ ഈ മഴ മുന്നറിയിപ്പിലേക്ക് എത്തുന്ന സാഹചര്യം. കൊല്ലത്തിനും പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് അലർട്ട്. ഈ മണിക്കൂറിൽ മാത്രമല്ല, തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ട് ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ ആ അലർട്ടിൽ 10 മണിക്ക് വന്ന മുന്നറിയിപ്പിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 5 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും ഇടുക്കി, തൃശൂർ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകുകയാണ്. നാളെ മുതൽ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വരും മണിക്കൂറിൽ മഴ തീവ്രമാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 35 മുതൽ 55 വരെ കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് കേരള തീരത്തും ഒപ്പം തന്നെ കേരളത്തിലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകളിൽ ഒരുപക്ഷെ 1 മണിയോടുകൂടി മാറ്റം സംഭവിക്കാനും കൂടുതൽ അലർട്ടുകൾ വരാനുള്ള സാധ്യതകൾ കൂടി കണക്കിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം കേരള തീരത്തിന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മഴ വരും ദിവസങ്ങളിലും കനക്കുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. മഡഗാസ്കറിന് സമീപത്ത് നിന്നും കന്യാകുമാരി തീരം ലക്ഷ്യമാക്കി കേരള തീരത്തേക്ക് കാലവർഷക്കാറ്റ് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും 31 പ്രഖ്യാപിച്ച ദിവസം തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നുള്ള അനുമാനത്തിലേക്ക് കാലാവസ്ഥാ കേന്ദ്രം എത്തുന്നുണ്ട്. സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും നൽകുകയാണ്. സംസ്ഥാന വ്യാപകമായി കൺട്രോൾ റൂമുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചും തുറന്നിട്ടുണ്ട്. ഒരു മിന്നൽ പ്രളയ സാധ്യത അടക്കം നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിനാൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും നൽകിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടെത്താനുള്ള നിർദ്ദേശമൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കാലവർഷമാണ്. അധിക മഴ ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. 106% മഴ സംസ്ഥാനത്ത് ഇക്കുറി കാലവർഷത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മൺസൂൺ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ, അതിതീവ്രമായ മഴ, അതിനുള്ള സാധ്യതകളാണ് സംസ്ഥാന വ്യാപകമായി പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ മഴ ഈ മണിക്കൂറുകളിൽ ശമിക്കുമെങ്കിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമായി തന്നെ തുടരും.